Hello guys, welcome back to my YouTube channel. This is Tej Thangu and you're watching Tej Thangu Diaries. Okay. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കുറേ കാലമായി. പക്ഷെ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നു. എന്താ അമ്മ സ്പെഷ്യൽ വീഡിയോ? ചേച്ചിക്ക് എന്തൊക്കെയോ ആയിട്ടുണ്ട്. തലയ്ക്ക് പ്രശ്നം ആയിട്ടുള്ള അല്ലാതെ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? എന്താ വലിയ ആളായി പോകും. നീ എപ്പോഴാ വലിയ ആളായത്? ഞാൻ ഒരു തടിച്ചു നോക്കലും പറഞ്ഞായിരിക്കും. അമ്മ കാര്യം ഡയറക്റ്റ് എന്താ സംഭവം? പെണ്ണ് കാണല, പെണ്ണ് ചക്കൻ പേര് എന്തൊക്കെയോ പറയണം. ആർക്ക്? ചേച്ചിക്ക്. കത്തുറുമ്പിന് കല്യാണം, കുട്ടുകുത്തണ ചെമ്മാനം, പത്ത് പുത്തിയ ചപ്പാത്തി. ചേച്ചിന്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്സിൽ ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതായിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ഒഫീഷ്യൽ പെണ്ണ് കാണൽ പരിപാടി വെക്കുകയാണ്. അപ്പം അതിന് ഷോപ്പിങ്ങിന് പോകുന്നതാണ് ആക്ച്വലി വീഡിയോ. അപ്പം നമ്മൾ ഓൾറെഡി ഷോപ്പിങ്ങിന് പോയി. തുണി എടുക്കാൻ വാങ്ങാൻ പോണതൊക്കെ എടുക്കണം അല്ലേ? അപ്പൊ ഗൈസ് നിങ്ങളെ ഷോപ്പിങ്ങിന്റെ സാധനം കണ്ടിട്ട് വരൂ. ഗൈസ് എന്തിനാ നീ ഇവിടെ വന്ന്? ഡ്രസ് നോക്കാൻ. എന്തിനാ? അമ്മ അങ്ങോട്ട് വാ. അമ്മ എന്തിനാ വിഷുവിന്? ഉറപ്പാണല്ലോ. നീ എന്തിനാ ചുമന്ന് തക്കാളി ആവണത്? കാര്യം ചോദിക്കുമ്പോ കത്തുറുമ്പിന് കല്യാണം, കുട്ടുകുത്തണ ചെമ്മാനം. ബ്ലഷ് അമ്മ പറ. എന്തിനാ? എനിക്കറിയാം. എന്തിനാ തോന്നും? ശരി എന്നാ പപ്പ പറയും. എന്താ നമ്മള് കല്യാണം കഴിക്കാൻ വയസ്സായില്ലേ? കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പെണ്ണ് കാണാൻ എന്തൊക്കെ ചടങ്ങ് പരിപാടികൾ ആലോചിക്കുന്നുണ്ട് കുടുംബത്തില്. അതിന്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഫ്യൂച്ചറിൽ ഏതെങ്കിലും കാലത്ത് നടക്കുന്ന ഒരു ആലോചനയുടെ പേരിൽ ഇന്ന് ഡ്രസ് കരുതി വെക്കുക. എല്ലാ ഹോപ്പിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ ചെക്കനില്ല, കിട്ടിയിട്ടില്ല. ഏകദേശം ശരിയുണ്ട്. ഏകദേശം സംഭവം എന്താ വെച്ചാൽ ഒരു പാവം പിടിച്ചൊരു ചെറുക്കനെ നമ്മൾ ട്രാപ്പിലാക്കി സ്കാം ചെയ്തു. കാരണം ഇതിനെ തലയിലാക്കണല്ലോ ആരുടെങ്കിലും. അങ്ങനെ അവനെ ഇനി കണ്ണി പൊട്ടിയിട്ട് ഇനി ആ പാവത്തിനെ കണ്ണി പൊട്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല പുതിയ ഡ്രസ്സ് വാങ്ങി. എത്ര തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിനെ എവിടെ കിട്ടും? ഇത്രയും നല്ല ലോട്ടറി അല്ലേ? എന്ത് അവള് നല്ല കുട്ടിയല്ലേ? എന്ത് അവള് നല്ല കുട്ടിയല്ലേ? നിന്റെ യൂട്യൂബ് വീഡിയോന്നേ പഴയ വീഡിയോ കണ്ടപ്പോ എൻ്റെ അടുത്ത് പറയാം, അതൊന്നും ഞാൻ നേരത്തെ കാണണമായിരുന്നു, എങ്കിൽ ഞാനിത് പെടില്ലേ. തനിക്കോണം കണ്ടപ്പോ അവൻ വിഡ്രോ ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഇപ്പൊ 1.5 പെടലാണ്. പക്ഷെ ഈ അവൻ ആരാന്ന് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ചേച്ചിനെ പെണ്ണ് കാണലിനുള്ള ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ഞങ്ങള് ചേച്ചിക്ക് വേണ്ട ഡ്രസ്സ് ഞാനില്ല, എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വന്നുകൊണ്ടാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കുന്നത്. ഹായ് ഉണ്ട്. ഹായ് ആരാ? അയ്യോ താങ്ക് യു. സബ്സ്ക്രൈബ് എൻ്റെ അടുത്ത് ഓടി വന്നു. ഹായ് പറ എൻ്റെ ബ്ലോഗിൽ. ഹായ്. എന്താ നോക്കുന്നത്? നിങ്ങളാണോ ചേച്ചിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല. എന്ത് അവിടെ എന്ത് നീ പറഞ്ഞിട്ട് നിന്റെ പിന്നാലെ വന്നത് മാത്രം എനിക്കറിയില്ല. അപ്പൊ എന്താ ചെയ്യാന്ന്? ആ ശരി അമ്മ മോളിൽ പോവാ. മോളിലാ ഗൈസ്. എൻ്റെ ചേച്ചിക്ക് കുറച്ച് നാളുണ്ട് കേട്ടോ, കാണിച്ചുതരാം. എടി ഫോണില്ലേ മെഗ്ഡിന്ന് അമ്മ വിചാരിച്ചു ബാഗിലാണെന്ന്. ഇപ്പോഴാണ് കണ്ടുപിടിക്കണ. പപ്പ അമ്മേനെ പ്രാങ്ക് ചെയ്ത് ഫോൺ ഒളിപ്പിച്ചിട്ട് ഇപ്പം അമ്മ മനസ്സിലാക്കി അത് പിന്നാലെ പോയി വാങ്ങുകയാണ്. നിനക്ക് എങ്ങനത്തെയാണ് വേണ്ടത്? നമുക്ക് അനാർക്കലി പോലത്തെ. വിഷുവിന് എന്തിനാ ഇത്രക്ക് ചൂസ് ചെയ്യാവുന്നത്? വിഷുവിനാണല്ലോ വാങ്ങുന്നത്. വിഷുവിന് എന്താ ഞാനിലിടുന്ന ഡ്രസ്സ്, അപ്പൊ എനിക്ക് ചൂസ് ചെയ്യണ്ടേ? ഓക്കെ. ഹാപ്പിയാണോ കല്യാണം കഴിക്കുന്നതിൽ? യെസ്. എനിക്ക് നാണം വരുന്നു. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? എന്തൊക്കെയാണ് ഇവിടെ നീ കണ്ട പ്രശ്നം? റേറ്റ് കൂടുതൽ, സ്ലിറ്റ് ഉള്ള ടോപ്പുകളാണ്. ഗോൾഡൻ എടി നിന്റെ പാർട്ടി അല്ല, നിന്റെ പാർട്ടി, വെഡിങ് പാർട്ടി. ഗൈസ് ഇവളെ കാണാന് നല്ല രസമുണ്ട് എന്നാണ് പപ്പ ഈ അടുത്ത ആൾക്കാർ പറയണത്. കല്യാണ ഗ്ലോ എന്ന് ആർക്കും കമന്റ് ഇട്ടു. ആർക്കത്? ചേച്ചിക്കാ, ഞാൻ എനിക്കല്ല. ഇത് പെണ്ണ് കാണലിന്
പെണ്ണ് കാണാൻ വരുമ്പോൾ പെണ്ണിന്റെ അമ്മ എന്തിടണമെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയല്ലേ മെയിൻലി, അമ്മ അല്ലെങ്കിൽ അവളുണ്ടാ? ഇല്ല. അപ്പൊ ആ പെണ്ണ് കാണൽ ആരുടെയാ? അത് നിനക്ക് ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല? ഞാൻ വിചാരിക്കുന്നില്ല, എനിക്കൊന്നുമില്ലെങ്കിൽ ലൈറ്റ് പച്ച അല്ലെങ്കിൽ പെർപ്പിൾ വേണം. ഇവളുടെ മറ്റേ ചെറുക്കൻ പറഞ്ഞിക്ക പെണ്ണ് കാണാനില്ല അവനെ റിവീൽ ചെയ്യാൻ പാടില്ല, അവനെ റിവീൽ ചെയ്യാ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വേണം. അതിനെ റിവീൽ ചെയ്യാൻ പെണ്ണ് കാണാൻ അത് കറക്റ്റാടാ. മെഗാ സീരിയലാക്കാം അല്ലേ? അതല്ല, എന്നാൽ അതിന് ഭയങ്കര ഇതായിരിക്കും, എന്താ പറയാ, റീച്ച് എന്നല്ല, അതിന് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാ അറിയോ? അതാ. അല്ല, ഇവിടെ ഓരോ ആൾക്കാർ പെണ്ണ് കാണലും ബ്ലറാക്കലും സംസാരിക്കുമ്പോൾ ഇടയിൽ കൂടെ ഒരാൾ മൈക്കൊക്കെ പിടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അതാ. ശരി, വാഴ 2 കണ്ടപ്പോ എന്നെ ഓർമ്മ വന്നോ? താങ്ക് യു. ഞാൻ കണ്ടില്ല. ഞാനിത് കാണുമ്പോൾ ഞാൻ ഓരോരുത്തരും പറയണം, പണ്ട് ഞാൻ ഇവളിനെ ഇതുപോലെ ഇരുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഇവിടെ ബാഗ് തൊള്ളിടുന്നത് ഞങ്ങൾ ഇമോഷണൽ ആവുമ്പോ പറ എന്താ എനിക്ക് തോന്നി. എനിക്ക് എന്നിട്ട് മെസ്സേജ് ആക്കാൻ വിചാരിച്ചു, പക്ഷെ നീ ക്രിഞ്ചാന്ന് പറഞ്ഞ് നീ മെസ്സേജ് നോക്കണില്ല. അപ്പൊ ഞാൻ ഇല്ല, ആക്ച്വലി വാഴ 2 കണ്ട് കുറെ സിബ്ലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുമ്പോ അവരെ അടിക്കാൻ പോവാ, പറഞ്ഞ് ഓടുക കണ്ടറി. ഞാൻ കണ്ടു. കൊറേണൊക്കെ ഞാൻ എന്നിട്ട് പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാനും അവളിനെ പണ്ട് കൊണ്ടുപോയത് ഞാൻ ഇതുപോലെ ആയിരുന്നു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. നിന്റെ കല്യാണം കൊണ്ട് നമ്മൾ പിരിയാൻ ഓർക്കുമ്പോ എന്താ തോന്നുന്നു? അല്ലെങ്കിൽ നീ വീട്ടിലിരിക്കണില്ല. പിന്നെ ഞാനത് ആലോചിച്ചത്, ഞാൻ ഇങ്ങനെ ഇമോഷണൽ ആവാൻ വേണ്ടി ഒരു ദിവസം ഇരുന്നു കേട്ടാ. അത് ഞാൻ ഓർത്തു, ചേച്ചി കല്യാണം കഴിഞ്ഞ് താമസം അപ്പോഴും ഉണ്ടാവും, താമസം മാറിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഓ ചേച്ചി മാറില്ല, ചേച്ചി വീട്ടിലാണല്ലോ എന്നുവെച്ചാൽ ചേച്ചി നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കും മിക്ക സമയത്തും. അപ്പൊ ഞാൻ ഓർത്തു ശരിയാണല്ലോ, ഞാനാണ് ഇപ്പൊ എല്ലാ ദിവസവും ഇല്ലാത്ത. ഞാനില്ല, ഇന്ന് ഞാൻ ലാസ്റ്റ് എപ്പോഴാണ് കണ്ട്? 2 ആഴ്ച മുന്നേ. ഞാൻ 2 ആഴ്ച എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല. ഞാൻ 2 ദിവസം മുന്നേ കൂടി അങ്ങനെ ആലോചിച്ചാ, നീ ഇങ്ങനെയൊക്കെ പോണതൊക്കെ ശരി, പക്ഷെ നീ വേറെ മൂവ് ഔട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ, അത് വേണ്ട, പോണ്ട. എനിക്ക് ചെറുതായിട്ട് വീട്ടിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അത് കേട്ടിട്ട് ചേച്ചി ഇമോഷണലായി. വ്ളോഗ് എടുത്ത് ബോധമില്ലാതെ അപ്പുറത്തെ ഡോറിൽ കൂടെ പോയി, ഇപ്പുറത്താണ് ഡോർ ഉള്ളത്. ഒരു മെയിൻ ആളെ കേട്ടോ, ഒരു മെയിൻ ആളെ കാണിക്കാം. നീ എന്താ ഇവിടെ? അവൻ എങ്ങനെ ഇവിടെ? ലോ ലവൻ. അമ്മ ആ ചെരുപ്പ് കാണിക്കേ, ചെരുപ്പ് കാണിക്കേ. ശരി, ഇതാണ് അമ്മ എടുത്ത ചെരുപ്പ്, ഇതാണ് അമ്മ നീലയും നല്ല ചെരുപ്പ്. എന്തൊക്കെ എങ്ങനെയാ നിന്റെ പെണ്ണ് കാണല്? നിന്റെ എക്സ്പെക്ടേഷനുള്ള പെണ്ണ് കാണൽ എങ്ങനെയാ പറയാ? ഞാൻ പറഞ്ഞു ചായ ഒക്കെ കൊണ്ടുപോകണം, ഞാൻ ചായ കൊണ്ടുപോവുക, തിന്നാനൊക്കെ ഇവര് കൊണ്ടുപോട്ടെ, ഞാൻ ചായ കൊണ്ടുപോകും, എന്റെ ചെക്കനെ കൊടുക്കും. നോക്കണം, നോക്കാം. കല്യാണം ശരി, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ അത് കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും സംസാരിക്കാൻ വിടണം. ആദ്യമായിട്ടാണോ നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കാൻ? അതെ, വീട്ടില്, നമ്മുടെ വീട്ടില്. ഓ, എനിക്കറിയാം, അത് ആരും അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് പറയും. ഇനി ചെറുക്കനും പെണ്ണും കുറച്ച് വർത്താനം പറയട്ടെ. അപ്പൊ പെണ്ണ് കാണലിന് ഞാൻ ഇടയിൽ കയറി പറയും, ഇനി ചെറുക്കനും പെണ്ണും കുറച്ച് സംസാരിക്കട്ടെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ, അങ്ങനെ ഞാൻ പറയും. ഇല്ലെങ്കിലും നിങ്ങൾ പറയണം. അതൊക്കെ പഴയ ചവർ സ്റ്റൈലയുടെ അപ്പുറത്ത് പുതിയ മോഡേൺ ട്രെൻഡിൽ എത്തുന്നല്ലോ. അതെ, ഡേറ്റിനൊക്കെ പോണം അല്ലേ? സീരിയസ്ലി? ആ, അവിടെ നേരെ ഒരു മൂവി ഡേറ്റ്, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പഴയ 20 കൊല്ലം മുമ്പത്തെ സ്റ്റൈലില്ല ചെക്കൻ പെണ്ണും സംസാരിക്കാൻ. അപ്പൊ ഇപ്പൊ സംസാരിക്കേണ്ട കെട്ടണം? അങ്ങനെയല്ല, സംസാരിക്കേണ്ട കിട്ടാനേ പാടില്ല, പരസ്പരം അറിയാണ്ട് അങ്ങോട്ടും ഒരു ഐഡിയ കിട്ടാണ്ട് ഭ്രാന്ത്. അപ്പൊ പരസ്പരം ഐഡിയ കിട്ടിയിട്ട് പെണ്ണ് കാണലേ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പാടുള്ളൂ. കുറച്ച് ഇനീഷ്യലി യെസ്, വിത്തൗട്ട് നോയിങ് വാട്ട് ഈസ്, അല്ല അതിന്റെ എന്താ അർത്ഥം? ചെറുക്കനും പെണ്ണും സംസാരിക്കാൻ. അവൾക്ക് ഇത്രയൊന്നും സംസാരിച്ച പോരാ, അവൾക്ക് വീട്ടിൽ അവിടെ 70-ലാണ്, 1970 മോഡലാണ്. പറയണേ, പലഹാരമൊക്കെ നിങ്ങൾ കൊടുത്തോ, ചായ ഞാൻ കൊടുക്കണം, അപ്പൊ എന്നെ ചെറുക്കൻ നാണത്തോടെ ചിരിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. മോളുടെ പെണ്ണ് കാണാനായി എന്നുള്ളൊരു ഓർമ്മയും നോക്കി കാണിക്കുന്നത്. നിനക്ക് ഇങ്ങനത്തെ ഒരു ചിൽ മോമിനെ കിട്ടിയ എന്താ പറയേണ്ടത്? വളരെ അഭിമാനം. ഇത് ചില്ലല്ല, ഇതെന്തോ അസുഖാണ്. അങ്ങനല്ല, കരിമ്പും തോട്ടത്തിൽ ആന കയറിയ
അമ്മയ്ക്ക് ചേച്ചിന്റെ മറ്റേ ഇതിനാണോ എക്സൈറ്റ്മെന്റ് അതോ പുതിയ ചെരുപ്പ് കണ്ടതിലാണോ എക്സൈറ്റ്മെന്റ്? അതിപ്പോ എക്സൈറ്റ്മെന്റ് അവളുടെ ബന്ധപ്പെട്ട അവളുടെ അതിലെന്ത് എക്സൈറ്റ്മെന്റ് ആവാൻ? എനിക്കൊരു ചെരുപ്പ് കണ്ടപ്പോ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ദൈവമേ മിക്സി, ഈശ്വര ഞാൻ എന്തൊക്കെ എടുക്കാം ദൈവമേ. ടിവി. പിന്നെ എല്ലാവരുടെയും ഒരു ഇൻഫർമേഷൻ അല്ല, പപ്പ ഈ ഡ്രസ്സ് മാറ്റില്ല ഒരു ഇവന്റിനും. ഓക്കെ, അത് ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മേലെ തുന്നി വെച്ചതാണോന്നൊക്കെ. അല്ല, വാഷ് ചെയ്യും, 2-3 വാഷ് ചെയ്യാറുണ്ട്. 6 ഡ്രസ് മിനിമം 3 കൂടി വാങ്ങിക്കാൻ പോകണ്ടേ, 9 എണ്ണം. ഇത് യൂണിഫോം ആണ്, നമ്മൾ മാറ്റാറില്ല. സൺഡേസും അത് ഇടും, ID കാർഡും ഇടും. നല്ലൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ പപ്പക്ക്. എനിക്കില്ല, ഞാൻ സൺഡേ മാറ്റും. എനിക്ക് സൺഡേ കളർ ഡ്രസ്സ്, മൺഡേ ടു സാറ്റർഡേ വരെ അത്. അതവിടെ വെച്ചിട്ട് എന്താ നിനക്ക് ഇതിനെ പറ്റിയൊക്കെ പറയാൻ? ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നേ, എല്ലാ അമ്മമാരും എങ്ങനെയാണ് അത്രേ. നമ്മളൊന്ന് പറഞ്ഞോണ്ടിരിക്കും, അവര് വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് വേറെ എന്തോ ടോപ്പിക്കും കൊണ്ടുവരും. എന്നാലും സീരിയസ് ആയിട്ട് അത് ആന പറയുമ്പോ ചേന പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്താ ഈ വടി പോലെയുള്ള നിപ്പിന്റെ ഉദ്ദേശം? ഗൈസ്, ഞാൻ ഇവിടുന്ന് ഈ വൈറ്റ് ഷൂ വാങ്ങിച്ചു. ഓക്കെ, ആൻഡ് ഇപ്പൊ എന്റെ ഷൂ ഇങ്ങനെ ഇതെന്റെ ഫ്രണ്ട് പെയിന്റ് ചെയ്ത് തന്ന. ഹൗ ഇസ് മൈ ഷൂ? ഇപ്പൊ നന്നായിട്ടുണ്ട്, പക്ഷെ പാസരു നീ ഇവിടെ നിന്നാണ്. അല്ല, ഷൂ രസമുണ്ട്. സരോജിനി മാർക്കറ്റിന് ഡൽഹിന്ന് പറയുമായിരുന്നു. ശരി, എന്റെ ഷൂത്തെ പെയിന്റിങ് എങ്ങനെയുണ്ട്? ബട്ടർഫ്ലൈ പെയിന്റിംഗ് ഗുഡ്, വെരി നൈസ്. താങ്ക് യു, നന്ദി നന്ദി നന്ദി. ഞങ്ങള് 3 ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഇവിടെ എത്തി. ഇപ്പോഴും പെണ്ണ് കാണാനൊന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. അവിടെ സ്വന്തമായിട്ട് ഏതോ ഒരു ലോകത്താണ്. കണ്ട എന്താ എന്താ ഇത്, ഏതാ ലോകം എന്നെ. ഗൈസ്, അങ്ങനെ മറ്റവിടുന്ന് കിട്ടാതെ അടുത്ത കടയിൽ എല്ലാരും കൂടെ എത്തി. ആദ്യമായിട്ടാണ് പപ്പ നമ്മളോട് അങ്ങനെ ഷോപ്പിങ്ങിന് വരുന്നത്. കണ്ടിറങ്ങിയ ഒരു തല്ലും തോന്നുന്നു. ഞാൻ വന്നല്ല, ഞാൻ നിങ്ങളെ പറ്റി നല്ലൊരു കാര്യം പറയുമ്പോൾ നിങ്ങളത് ഇല്ലാണ്ടാക്കി. വെരി ഗുഡ്. നീ അമ്മേനെ നോക്കി പഠിപ്പിച്ചാ? എന്നെ വിളിച്ചത് പെറുപ്പിൾന്ന് ഞാൻ നോക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് പിന്നെ ഫുൾ സെറ്റാണ് വേണ്ടേന്നൊക്കെ. അവൾ അതല്ലേ പറഞ്ഞത്, അപ്പൊ ഞാൻ അത് കണ്ട അവളുടെ അടുത്ത് പറയണ്ടേ? എന്നിട്ട് ധിക്കാരി ഇവളാണോ തങ്കപ്പെട്ടവള് പറഞ്ഞത്? എന്നിട്ട് നോക്കി പഠിപ്പിക്കുക. ഇവളെയാണോ തങ്കപ്പെട്ടവള് പറഞ്ഞത്? തിരുത്തി. എന്ത് അവള് നല്ല കുട്ടിയല്ലോ. ഗൈസ്, നമ്മള് ഒന്നും വാങ്ങിയില്ല, ഡ്രസ് ഒന്നും ഒക്കെ കിട്ടിയില്ല. പക്ഷെ ഞാൻ തന്നെ പോയിട്ട് നോക്കാം. ഞാനും വരാം. സൺഡേ അല്ലേ? അങ്ങോട്ട് പോവാ, ചെർപ്പളശ്ശേരി സൈഡിൽ പോവാ. ഞാനും വരാം. നാളെ ഞങ്ങൾ ഉണ്ടാവും. നാളെ സൺഡേ ഞാൻ ഫ്രീ ആണ്. അതുകൊണ്ട് ചേച്ചിനെ പെണ്ണ് കാണാൻ ഷോപ്പിംഗ് ആണ് നാളെ. ഞാനും ചേച്ചിയും കൂടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നു. പൊന്നു, കല്യാണം കഴിക്കാൻ പോകുന്ന പറ്റി എന്താ നിന്റെ അഭിപ്രായം? നീ അല്ലേ മുറച്ചെറുക്കൻ, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ, വേറെ കെട്ടുകയല്ലേ. അപ്പൊ എന്താ പറയാനുള്ളത്? നല്ലതല്ല. നിനക്കായിരുന്നു കല്യാണം കഴിക്കേണ്ടത്. കല്യാണം കഴിക്കണ്ട അല്ലേ? കഴിക്കണ്ട. എന്താ അവൻ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് വരാ പറഞ്ഞതാണ്. നിനക്ക് താല്പര്യമുണ്ടോ ഈ കല്യാണത്തില്? കുഴപ്പമില്ല. നിനക്കോ? സന്തോഷം മാത്രം. നീ എപ്പോഴാണ് മെച്ചോർഡായത്? എന്ത് 10ാം ക്ലാസ് എത്തി, അപ്പൊ വലിയ കുട്ടിയായി. ഓന്തിനെ പോലും നിറം മാറിയടി. ശരി, നിനക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ? ഇഷ്ടമുണ്ട്. നീ നിന്റെ അളിയനെ കണ്ടോ? ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫോട്ടോ ഇഷ്ടപ്പെട്ടാ? മസിലെ ഇഷ്ടപ്പെട്ടാ? അതിനല്ലടാ നീ വീണത്. കള്ള അവനെ എനിക്ക് നാണം വരാൻ പഠിപ്പിച്ചു തരാൻ പോണ. കണ്ട കണ്ട രേഷ്മ, എനിക്ക് എന്താ പറയാനുള്ളത്? നല്ല സന്തോഷം. ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ ഇത്. രണ്ടാളും ഒരേ കാറ്റഗറി. ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോ അമ്മ ചേച്ചിനെ പെണ്ണ് കാണാനെ പറ്റിയ എക്സൈറ്റ്മെന്റ് വെച്ചപ്പോ ഇല്ലാന്ന്. എന്നിട്ട് പോയി ചെരുപ്പ് നോക്കുക, മറ്റേ ഡ്രസ്സ് നോക്കുക, എന്നിട്ട് ചാടി കളിക്കുക. ഞങ്ങൾ വേറൊന്ന് ഡിസ്കസ് ചെയ്യാം. അമ്മ, ഈ ചെരുപ്പിന് എനിക്ക് എങ്ങനെയുണ്ട്? ഞങ്ങളൊരു ടോപ്പിക് വേറെയാണ്. എന്താണ് ഇപ്പൊ ഇത്? ചേച്ചിന്റെ പെണ്ണ് കാണാനെ പറ്റി, കല്യാണത്തിനെ പറ്റി എന്താണ്? കണ്ടിട്ടില്ല, കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ കണ്ടിട്ടല്ലേ ഇനി അതിൻ്റെ നമ്മൾ എന്തൊക്കെയാ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ അവര് എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത്. ഇവര് തീരുമാനിച്ച മട്ടാച്ചാ എന്താ പറയാ? എന്നാ പിന്നെ നമ്മൾ മിണ്ടാതെ നോക്കിയിരിക്കുക.
അമ്മമ്മക്ക് എന്താണ് നിങ്ങളുടെ പേരക്കുട്ടി ആദ്യത്തെ മൂത്ത പേരക്കുട്ടിന്റെ കല്യാണത്തിനെ പറ്റി പറയാനുള്ളത്? എന്താ പറയുന്നത് കല്യാണം ഒന്നും പറയാനില്ല. പറ, മനസ്സ് തുറക്കടാ, തുറക്ക്. എന്താ നല്ലതായിട്ട് വരണ മക്കൾ നന്നായിട്ട് ഇരിക്കണം, അത് കണ്ടാൽ മതി. സന്തോഷം. അതാണ് സന്തോഷം. ഓക്കെ, അപ്പൊ ഹാപ്പിയാണ് അവള് കല്യാണം കഴിക്കണേല്? ഇനിയിപ്പോ എന്താ ഹാപ്പി എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ പ്രായം വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകണം, മുന്നോട്ട് പോകണം. അപ്പോൾ കല്യാണം കഴിക്കേണ്ട സമയമാകുമ്പോൾ കല്യാണം കഴിക്കണം. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ ആ കുട്ടികളിൽ അതുമായിട്ട് ഇതായി പോവും. കുട്ടികളാകുമ്പോൾ വലിയവർക്ക് ഇത്തിരി സ്നേഹം കുറയും. പിന്നെ കുട്ടികൾക്കേ കൂടുള്ളൂ. ആണോ? അമ്മമ്മനെ ഇഷ്ടപ്പെടാണ്ടായിരുന്നു അച്ഛൻ തന്നെ അമ്മ ജനിച്ചപ്പോ? കാരണം അമ്മ ജനിച്ചപ്പോ അല്ല, ഞാനിപ്പോ ആ ഭാഗത്ത് പോയിട്ട് ഇപ്പൊ. ശരി, അപ്പൊ നിങ്ങള് ഹാപ്പിയാണോ? യെസ്. അപ്പൊ ഹാപ്പി ആണെങ്കിൽ ഇങ്ങനെ പിടിക്കണം. നീ പിടിക്കുന്നില്ല, അപ്പൊ നീ ഹാപ്പി അല്ലേ? ചോദിക്കാനാ? പെണ്ണ് കാണല്ല? ഒരു ക്വസ്റ്റ്യൻ പറയൂ. പെണ്ണ് കാണലിന് ചെക്കനോട് ചോദിക്കണ ഒരു ചോദ്യം എന്താ? അതിന് ചോദിക്കാന്ന് പറഞ്ഞ പിന്നെ ഇപ്പൊ അല്ലെങ്കിൽ ഏതുവരെ പഠിച്ചു, ജോലിക്ക് എടുക്കാണോ, ഫിനാൻസില് ഏതുവരെ പഠിച്ച്, ഏത് സബ്ജക്റ്റാ ഇൻട്രസ്റ്റ്? എന്നാ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ആളുടെ അടുത്ത് ആളുടെ റെസ്യൂമി കൊണ്ടുവരാം. റെസ്യൂമി കൊണ്ടുവരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ. ഇപ്പൊ പപ്പ ഇങ്ങനെ ഇരിക്കാൻ കാരണം പപ്പ 9:30 ഉറങ്ങുന്ന ആളാണ്. ഇപ്പൊ 10 മണിയായി. അതിന്റെ എല്ലാ ശരി. അപ്പോ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചേച്ചീന്റെ ലൈഫിലെ ഒരു ന്യൂ ഫേസിലേക്ക് അവള് പോകുന്നതിനെ പറ്റി പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഇറ്റ്സ് എ ജേർണി. ലൈഫ് ഈസ് എ ജേർണി. ശ്രദ്ധിക്കുക, മുന്നോട്ട് പോകും. അവൾക്കിപ്പോ എന്തായാലും ഇതേ തന്നെ, അതും വലിയ മാറ്റമൊന്നും. സംഭവം എന്താന്ന് വെച്ചാൽ അമ്മക്കും പപ്പക്കും പ്രോസസ് ആവാത്തതാണോ അതോ അവർ അഭിനയിക്കുന്നതാണോ ഇവർക്ക് പിടുത്തം കിട്ടാത്തതാണോ എനിക്കതൊന്നും മനസ്സിലാവണില്ല. സംഭവം എൻ്റെ ചേച്ചിനെ കല്യാണമായി. ചേച്ചി ഞാൻ ഹാപ്പിയാണ്. കല്യാണം അല്ലേ പെണ്ണ് പ്രൊസീഡിങ്സ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണല്ലോ. പ്രൊസീഡ് ചെയ്തോണ്ടല്ലേ നമ്മൾ പെണ്ണ് കാണല്ലോ. അങ്ങനെ പോണു, ലൈഫല്ലേ. കണ്ടേ, ഇതാണ് ഇവർക്കൊന്നും കാര്യമില്ല. ചേച്ചി എനിക്ക് കാര്യമുണ്ട് കേട്ടാ, എനിക്ക് നല്ല കാര്യമുണ്ട്. കാരണം ഇന്നലെ നമ്മൾ പെണ്ണ് കാണാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല. എന്നിട്ട് ഇവരാരും വന്നില്ല. ഞാനാണ് ചേച്ചിയോടെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട്. അതെ, അവള് മാത്രമേ വന്നുള്ളൂ. 3 തുണി അമ്മയും നീയും കൂടി അല്ല പൊന്നു നോക്കണുണ്ടോ? അമ്മ 6-7 തുണി, ചെരുപ്പ് ഇട്ടാ നോക്കിയ അമ്മ തുണിക്കടി പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റോൺ വർക്കുള്ള ഒരു ചുരിദാർ അത് കണ്ടപ്പോ തന്നെ എന്റെ മുഖം പോയി. നീ ഇടില്ല, ഇതിടില്ല. ഓക്കെ, ശരി. അപ്പൊ ഇപ്പൊ തുണിയല്ല വിഷയം. അവളുടെ കല്യാണത്തിനെ പറ്റി 2 വാക്ക് അമ്മ പറയേണ്ടത്. കല്യാണമൊക്കെ ആകുമ്പോ ഇനി കുറച്ച് മെച്ചോടൊക്കെ ആവട്ടെ. അപ്പൊ ഇപ്പൊ അല്ല, അപ്പൊ മെച്ചോർഡാണെന്നാ പറയണത്. നമുക്ക് നോക്കാം ഇനി. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കല്യാണം ആയതുകൊണ്ട് മെച്ചോർഡാവണം, കല്യാണം ആയിട്ട് മെച്ചോർഡ് അങ്ങനെയൊന്നുമില്ല. മെച്ചോറിറ്റി എന്നൊക്കെ വന്ന് ഭയങ്കര സബ്ജക്റ്റീവാണ്. ചേച്ചി എനിക്ക് നല്ല സന്തോഷമുണ്ട്. പപ്പ പറയും അത് പ്രോസസ്സാണ്, അമ്മ പറയും എന്താ അത് ചോദിക്കുക. ഞാൻ സന്തോഷിക്കുന്നു ചേച്ചി. നിന്റെ ലൈഫിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഉണ്ണി സന്തോഷം ഇല്ലാണ്ടല്ല, അതായത് നിങ്ങളുടെ എന്താ വേണ്ട വെച്ചപ്പോ ചെരുപ്പ് കൊള്ളാ പറഞ്ഞത്. പുതിയ കളക്ഷൻ വന്നിരിക്കും, അന്ന് വന്ന പോലെയല്ല. പെട്ടെന്ന് എന്റെ മനസ്സിന് ചാഞ്ചാടി. ഞാൻ വിശ്വസിച്ച തെന്നിമാറി. ശരി, കണ്ടില്ല. ഓക്കെ. അപ്പൊ ഗൈസ്, ഇനി ചേച്ചിന്റെ പെണ്ണ് കാണല് ഒരു 1-2 വീക്സിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ വ്ളോഗ് ഞാൻ എടുക്കും. പെണ്ണ് കാണൽ വീഡിയോയിൽ നമ്മൾ ചെക്കനെ റിവീൽ ചെയ്യും. ചെക്കനെ ഞാൻ പെണ്ണ് കെട്ടിക്കാൻ പറ്റുമോ? ആ ദിവസത്തിന് ശേഷമായിരിക്കും നമുക്കൊക്കെ ഒന്ന് ചിലപ്പോ ബോധം വരിക. അതുവരെ നമ്മൾ ഒരു യൂഷ്വലായിട്ട് ഇങ്ങനെ പോവല്ലേ. നമ്മളല്ലേ നിങ്ങൾ ട്ടാ. അതായത് അമ്മ ആക്ച്വലി ഇവര് പ്രോസസ് ചെയ്ത് എടുത്തിട്ടില്ല ചേച്ചി, അതാണ് സംഭവം. ആ ദിവസം കഴിയുമ്പോഴേക്കും നമുക്കൊരു റീതിങ്ക് വരിക. എന്നിട്ട് അമ്മ പറയാ കല്യാണം കഴിക്കണ്ടെന്ന് റീതിങ്ക് ചെയ്തിട്ട് അപ്പൊ കുറച്ച് ബോധം വരും നമുക്ക്. അയ്യോ, നമ്മള് പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങും. റിയാലിറ്റിക്ക് അപ്പോഴേ വരുള്ളൂ തോന്നുന്നു എനിക്ക്. ഞാൻ അതുവരെ ഇങ്ങനെ ഇരിക്കുകയാണ്, ബ്ലൈൻഡ് ആയിട്ടില്ലാന്ന്.
കല്യാണം കഴിഞ്ഞിട്ട് അമ്മ എന്താ അത് നീ എന്താ നീ എവിടെ നീ വീടെത്തിയിട്ടില്ലല്ലോ ശരി ശരി എടാ ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ ഇത്. ശരി, അപ്പോൾ പെണ്ണ് കാണാൻ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അതിൻ്റെ ഇടയിലും ഞാൻ ഇനി ലോങ് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാമെന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്, വീക്ക്ലി വൺസ് എങ്കിലും. സന്തോഷമായോ എല്ലാവർക്കും? എന്നാൽ കൈയടിക്ക്. താങ്ക് യു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ചേച്ചിനെ ഡ്രസ്സ് എടുത്തേക്ക് നമ്മൾ പെണ്ണ് കാണാൻ ദിവസമേ കാണിക്കുള്ളൂ അല്ലേ ചേച്ചി? ഞാൻ സ്റ്റൈൽ ചെയ്ത് തരാം കേട്ടോ. അന്ന് ആ വീഡിയോ സ്റ്റൈലിംഗ് ആയിരിക്കും ട്ടോ. സ്റ്റൈലിങ് നിന്റെ വീഡിയോയിലൊക്കെ നീ നിന്റെ ഫോട്ടോയിലൊക്കെ ഭംഗിയാക്കി തരും ഞാൻ. ശരി, അപ്പൊ ബൈ പറയല്ലാരും. ചെമ്മാനം 10 പുത്തിയ ചപ്പാത്തി ചപ്പാത്തി അല്ല